പത്തനംതിട്ട കോന്നി ചെങ്കളം പാറമടയിലുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പാറ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഓപ്പറേറ്ററും സഹായിയുമാണ് ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിയത്. ഒഡീഷ ബീഹാർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഒരാളുടെ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് അടുത്തയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്? നീലിമ, ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് ആരുടേതാണെന്ന് വ്യക്തമല്ല. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റൊരാളുടെ ശരീരം കണ്ടെത്തുന്നതിന് വേണ്ടിയും മറ്റൊരാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ആ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വലിയ പാറ കഷ്ണം അടർന്നു വീണ അപകടമുണ്ടായതിന് തൊട്ട് താഴെ ഉള്ള ഭാഗത്തു നിന്നാണ്, പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരാളുടെ മൃതദേഹം കണ്ടെത്തുന്നതിനും ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു ഹിറ്റാച്ചി ആ ഭാഗത്തേക്ക്, കൂടുതലായി പാറക്കെട്ടുകൾ ഉള്ള ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ടും പരിശോധന നടത്തുന്നുണ്ട്. NDRF സംഘം അല്പസമയത്തിനുള്ളിൽ തന്നെ പത്തനംതിട്ട ടൗണിലേക്ക് പിന്നിട്ട് NDRF സംഘം എത്തിയിട്ടുണ്ടെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ NDRF 27 അംഗ സംഘം ഇവിടേക്ക് എത്തി വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമങ്ങളും നടക്കും. എന്തായാലും പരിശോധനകൾ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നു. അതിനിടയിൽ വ്യാപകമായിട്ടുള്ള പരാതികളാണ് ഈ പാറമടയ്ക്കെതിരെ ഉയർന്നു വരുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നിരവധി പരാതികൾ പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികാരികളിൽ നിന്നും വിവരം ലഭിക്കുന്നു. അപ്പോൾ നാട്ടുകാരും വലിയ പ്രതിഷേധം ഉയർത്തുന്നു. നാളുകളായിട്ട് ഈ പാറമട അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ല. നാട്ടുകാർക്ക് പൊതുവായിട്ട് ചില പരാതികൾ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം ഉയരുകയും പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പരാതികൾ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കാതെയാണ് ഇവിടെ തൊഴിലാളികളെ ജോലി എടുപ്പിച്ചുകൊണ്ടിരുന്നതടക്കമുള്ള പരാതികൾ ഉയർന്നു വരുന്ന പശ്ചാത്തലം. ഒപ്പം ജൂലൈ 30-ന് പാറമടയുടെ ക്രഷർ യൂണിറ്റിന്റെ ലൈസൻസ് അവസാനിച്ചതാണ് എന്ന് ജില്ലാ പഞ്ചായത്ത് അധികാരികളിൽ നിന്നടക്കം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർ പറയുന്നത് ക്രഷർ യൂണിറ്റിന്റെ ലൈസൻസ് ജൂൺ 30-ന് അവസാനിച്ചതാണ്. ക്രഷർ യൂണിറ്റിന്റെ ലൈസൻസ് അവസാനിച്ചാൽ തന്നെ ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാതെ തുടർന്ന് പോരുകയായിരുന്നു. അനധികൃതമായിട്ടാണ് ഈ പാറമട പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് അധികാരികളിൽ നിന്നടക്കം ഈ നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരം വൈകുന്നു, ഇരുട്ടാകുന്നു. വളരെ വേഗത്തിൽ ഇനി ഒരു ആളെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ള ദുഷ്കരമായ ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ശ്രമകരമായ ദൗത്യം നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ അപകടം നടന്നിരിക്കുന്ന മേഖലയിലേക്ക് പോലും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കാത്ത ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതീവ ദുഷ്കരം എന്ന് തന്നെ പറയാം. വളരെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ തന്നെ ഈ ആളുകൾക്ക് ഇടയിലേക്ക് പാറക്കഷ്ണങ്ങൾ മറിഞ്ഞു വീഴുന്നുണ്ട്. അത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് പോലും ജീവന് ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുന്നു. പാറക്കെട്ടുകൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തും ഈ പാറമടയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അടർന്നു വീഴുകയാണ്. അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. രക്ഷാപ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളും ഒപ്പം ഈ അപകട മേഖലയിലേക്ക്, അപകടം നടന്നിരിക്കുന്ന ആ ഒരു സഞ്ചാരപാത വിട്ട് തെളിക്കുകയായിരുന്നു ഈ രണ്ട് തൊഴിലാളികളും. ആ ഭാഗത്തേക്ക് പോലും രക്ഷാപ്രവർത്തകർക്ക് ഇത്രയും സമയമായിട്ടും എണ്ണത്തിൽ കൂടുതലായി എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. ഇനി സമയം അതിക്രമിക്കുന്നു, രാത്രിയാകുന്നു, ലൈറ്റ് സംവിധാനം അടക്കം ഇവിടെ സജ്ജമാക്കിയിട്ടില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകും. വെളിച്ചവും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കേണ്ടതായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ മുന്നിട്ട് നടന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ അടക്കം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തന നേതൃത്വം നൽകുന്നുണ്ട്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ തയ്യാറായി ഇവിടെയുണ്ട്. പക്ഷെ നാട്ടുകാർക്കോ മറ്റ് ആളുകൾക്കോ ഇപ്പോൾ ഈ വൈദഗ്ധ്യം ലഭിച്ചിരിക്കുന്ന ആളുകൾക്കല്ലാതെ, പോലീസിനോ ഫയർഫോഴ്സ് അംഗങ്ങൾക്കോ അല്ലാതെ മറ്റാർക്കും തന്നെ ഈ മേഖലകളിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സഞ്ചാരപാതയിലേക്ക് എത്തുക എന്നുള്ളത് തീർത്തും ദുഷ്കരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ് എത്രത്തോളം അപകടഭീതി ഉയർത്തുന്ന രീതിയിലാണ് ഈ പാറമടയുടെ വിവിധ ഭാഗങ്ങളിലെ സഞ്ചാരപാതകൾ ഉള്ളത് എന്നുള്ളത്. ആ സഞ്ചാരപാത വെട്ടിത്തെളിക്കുകയായിരുന്നു ഈ രണ്ട് ഒഡീഷ സ്വദേശിയും ബീഹാർ സ്വദേശിയുമായിട്ടുള്ള രണ്ട് തൊഴിലാളികൾ. ആ സഞ്ചാരപാത വഴി വെട്ടിത്തെളിക്കുന്നതിനിടയിലാണ് മുകളിൽ തട്ടിൽ നിന്നും വലിയ പാറക്കെട്ടുകൾ ഇവരുടെ മുകളിലേക്ക് പതിക്കുകയും അപകടം സംഭവിക്കുകയും ഒക്കെ. ഇവർ പ്രവർത്തിപ്പിച്ചിരുന്ന ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് വൻതോതിൽ വലിയ പാറ ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുമ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന രണ്ടാമത്തെയാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വലിയ പാറക്കെട്ടുകൾ ഈ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വന്നു വീഴുകയായിരുന്നു എന്നാണ് സമീപവാസികളൊക്കെ പറയുന്നത്.
അങ്ങനെ തന്നെയാണ്. മതിയായ സുരക്ഷ ഒന്നും ഒരുക്കാതെയാണ് ഇവിടെ തൊഴിലാളികളെ ജോലിക്ക് വേണ്ടി നിലയുറപ്പിക്കപ്പെട്ടത് എന്നുള്ള ഒരു പരാതിയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വ്യാപകമായി ഉയരുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും ഇവിടെ നിന്നുള്ള കാഴ്ചകളിൽ നിന്നും അപകടഭീതി എത്രത്തോളം തീവ്രതയാണെന്ന വാക്കുകൾക്ക് അതീതമാണ്. ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി പോയിരിക്കുകയാണ്. അത്രയും വലിയ പാറക്കഷ്ണമാണ്, പാറക്കല്ലാണ് ഈ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നത്. ഹിറ്റാച്ചി വന്ന് പാറക്കല്ല് വന്ന് പതിച്ച് അപകടം പതിഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തിന് ഏകദേശം 30 അടി താഴ്ചയിൽ മറ്റൊരു ഭാഗത്തു നിന്നാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ സഞ്ചാരപാതയുടെ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഭാഗത്ത് നിന്ന് തൊട്ട് താഴെയുള്ള താഴ്ഭാഗത്ത് നിന്നും ഒരു 50 അടി താഴ്ചയിൽ നിന്നുമാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ ഭാഗത്ത് തന്നെയായിരിക്കാം മറ്റേ ആളുടെയും ശരീരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. ഡ്രോൺ അടക്കമുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഓക്കെ മിഥുൻ, ഒഡീഷ ബീഹാർ സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരാളുടെ മരണം ഉണ്ടായിരിക്കുന്നു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. NDRF സംഘം അല്പസമയത്തിനകം ഈ സംഭവ സ്ഥലത്തെത്തും. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.